നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അധ്യായം 2. തമ്പ്രാട്ടിയേ, അങ്ങനെ ഇരിക്കുമ്പോഴൊരു ദിവസം പടിക്കു പുറത്തുനിന്ന് നായാടി വിളിക്കുന്നത് കേൾക്കാം. അപ്പു പടിക്കലേക്ക് ഓടിച്ചെല്ലും. മുഷിഞ്ഞ മണ്ണിൻ്റെ നിറമായ മുണ്ട്, ചപ്രത്തലമുടി, പുകലക്കറ പിടിച്ച പല്ല്. തമ്പ്രാട്ടിയെ എന്ന് വിളിക്കുമ്പോഴും കാട്ടുവള്ളിയോ ചകിരിനാരോ പിരിച്ചുകൊണ്ട് നിൽക്കുകയാവും നായാടി. ചില ദിവസങ്ങളിൽ നായാടിയുടെ കൂടെ നായാടിയുടെ കെട്ടിയോളും കാണും. എണ്ണമയമില്ലാത്ത തലമുടി ഒരു ചരടിൻ്റെ കഷ്ണം കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ടാവും. ഒട്ടും പാകമാവാത്ത ബ്ലൗസ്, ചെളി പിടിച്ച മുണ്ട്. നായാടിക്കും നായാടിച്ചയ്ക്കും മുത്തശ്ശി ഉടുക്കാൻ വലിയ മുണ്ടും തേക്കാൻ എണ്ണയും കൊടുക്കും. അലക്കിയ മുണ്ട് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ മുണ്ടും മണ്ണിൻ്റെ നിറമായിട്ടുണ്ടാവും. നായാടിയുടെയും നായാടിച്ചിയുടെയും തോളത്ത് പൊക്കണമുണ്ടാവും എപ്പോഴും. അപ്പുവിനെ കണ്ടാൽ നായാടിയും നായാടിച്ചിയും വായ തുറന്നു ചിരിക്കും. എന്നിട്ട് നായാടി നീട്ടി വിളിക്കും, തമ്പ്രാട്ടിയേ. അമ്മയോ മുത്തശ്ശിയോ പടിക്കിലേക്ക് വരുന്നത് വരെ നായാടി വിളിച്ചുകൊണ്ടേയിരിക്കും. കാട്ടുവള്ളിയോ ചകിരിയോ മെടഞ്ഞുണ്ടാക്കുന്ന ഉറികൾ, തേച്ചു കുളിക്കാൻ വാകത്തോല്, തലയിൽ തേക്കാനുള്ള ഇഞ്ച, കാട്ടുതേന് ഇത്രയും ഉണ്ടാവും നായാടിയുടെയും നായാടിച്ചിയുടെയും പൊക്കണത്തിൽ. പകരം നായാടിക്ക് അരിയും ഉപ്പും മുളകും ചായപ്പൊടിയും ശർക്കരയും വേണം. ഇത്ര അരി വേണമെന്ന് നായാടി പറയില്ല. അമ്മ ഒരു ചട്ടിമുറത്തിൽ ഇടങ്ങഴിയോ 2 ഇടങ്ങഴിയോ അരി അളന്നിട്ട് മറ്റു അല്ലറ ചില്ലറ സാധനങ്ങളും പൊതിഞ്ഞുകെട്ടി മുറത്തിൽ വെച്ച് പടിക്ക് പുറത്തേക്ക് വെക്കുന്നു. 1-2 ഉറുപ്പികയും അമ്മ മുറത്തിൽ വെച്ചിട്ടുണ്ടാവും. കാട്ടുതേൻ വാങ്ങുന്നുണ്ടെങ്കിൽ അമ്മ പൈസ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. വാഴമ്പോളയിൽ കെട്ടിവെച്ച പൂലക്കണിയിൽ നിന്ന് 1-2 ഇലയും കുറച്ച് വെറ്റിലയും 3-4 പഴുക്കടക്കയും മുത്തശ്ശി നായാടിക്ക് കൊടുക്കുന്നു. ഒരു വെറ്റിലയിൽ കുറേ ചുണ്ണാമ്പും മുത്തശ്ശി വെച്ചിട്ടുണ്ടാവും. വെറ്റിലയും പുകയിലയും കാണുമ്പോൾ നായാടിയുടെയും നായാടിച്ചിയുടെയും സന്തോഷം കാണണം. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. 2 കൈയും സ്വന്തം തലയ്ക്ക് മീതെ വെച്ച് നായാടി അനുഗ്രഹിക്കുന്നു. പാടവരമ്പത്ത് കൂടി നായാടിയും നായാടിച്ചിയും നടന്നു പോകുന്നത് അപ്പു നോക്കിക്കൊണ്ട് നിൽക്കും. അനങ്ങൻ മലയുടെ മുകളിൽ നിന്നാണത്രേ നായാടി വരുന്നത്. അനങ്ങൻ മലയിൽ കൂറ്റൻ പാറക്കെട്ടുകളുണ്ട്. പടി കടന്ന് പാടവരമ്പത്തേക്ക് ഇറങ്ങി വടക്കോട്ട് നോക്കിയാൽ അനങ്ങൻ മല നീണ്ടു നിവർന്നു കിടക്കുന്നത് കാണാം. കറുത്ത കൂമ്പൻ തൊപ്പി പോലെ കാണുന്നത് പാറകളാണ്. കരിമ്പച്ച നിറത്തിൽ കാണുന്നത് കാടാണ്. നരിയും പുലിയും കരടിയും വരെ ഉണ്ടത്രേ ആ കാടുകളിൽ. ഈ പാറകളുടെ അടിയിൽ ഗുഹയുണ്ടാക്കി ആ ഗുഹകളിലാണത്രേ നായാടികൾ കുഞ്ഞുകുട്ടികളുമായി താമസിക്കുന്നത്. കാടുകളുള്ള കാലത്തോളം മലവാസിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. പല ജാതിയിലുള്ള കിഴങ്ങുകൾ ഉണ്ടാവും കാട്ടിനകത്ത്. എല്ലാ കിഴങ്ങുകളും തിന്നാൻ പറ്റില്ല. വിഷമുള്ള കിഴങ്ങുകൾ ഏതാണ്, അല്ലാത്തവ ഏതാണ് എന്ന് കാട്ടുവാസികൾക്കറിയാമത്രേ. കായകളും പഴങ്ങളും കിട്ടും ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും. കിഴങ്ങുകൾ ചുട്ടു തിന്നും, കായകളും പഴങ്ങളും പറിച്ചു തിന്നും, ചോലകളിൽ നിന്ന് വെള്ളം മുക്കിക്കുടിച്ചും ജീവിക്കാനാണത്രേ നായാടികൾക്കിഷ്ടം. പാറയിടുക്കുകളിലും മാനം മുട്ടി നിൽക്കുന്ന മരങ്ങളുടെ പൊത്തുകളിലും തേൻകൂടുകൾ ഉണ്ടാവുമത്രേ. ഏതു പാറയുടെ മുകളിലേക്കും മരങ്ങളുടെ തുഞ്ചത്തേക്കും അവർ അണ്ണാന്മാരെ പോലെ പൊത്തിപ്പിടിച്ചു കയറും. പന്തം കൊളുത്തി കാണിച്ച് തേനീച്ചകളെ ഓടിച്ചുവിട്ട് ഈച്ചക്കൂടുകൾ എടുത്ത് താഴേക്ക് പോരും. കൂട് പിഴിഞ്ഞാൽ കിട്ടുന്നത് നല്ല ശുദ്ധമായ തേനാണത്രേ. അങ്ങനെ കിട്ടുന്ന തേൻ നിറച്ച കുപ്പികളാണ് നായാടിയുടെ പൊക്കണത്തിൽ. നായാടി പിശകില്ല, കിട്ടുന്നത് വാങ്ങിപ്പോകും. പക്ഷേ നായാടിയുടെ മനസ്സ് നോവാൻ പാടില്ല. നായാടിയുടെ മനസ്സ് നൊന്താൽ വീട്ടുകാർക്ക് ശാപം കിട്ടുമത്രേ. അതുകൊണ്ട് നായാടിക്ക് കൊടുക്കുന്നതിൽ ആരും കുറവ് വരുത്തില്ലെന്നാണ് മുത്തശ്ശി പറയുന്നത്. നായാടി കൊണ്ടുവരുന്ന തേൻ വിശ്വസിച്ച് വാങ്ങാമത്രേ. നായാടികൾ സത്യമുള്ളവരാണ്, കള്ളത്തരം കാണിക്കില്ല. നായാടികൾ മാത്രമല്ല, മലയന്മാരുമുണ്ട് അനങ്ങൻ മലയിൽ. തേനും കാട്ടുമരുന്നുകളും വിൽക്കാൻ മലയന്മാരും ചിലപ്പോൾ മലയിറങ്ങി വരും. മുഷിഞ്ഞ മുണ്ടും ചപ്രത്തലയും ഊശാന്താടിയുമായിട്ടാണ് മലയന്മാരും നടക്കുക. നായാടികളെപ്പോലെയെല്ലാം മലയന്മാരെന്നാണ് മുത്തശ്ശിയുടെ പക്ഷം. അവറ്റ കാട്ടുമാക്കാനെ പോലെയാണ് കുട്ടിയെ, ഇണങ്ങില്ല. കാട്ടുമാക്കാനോ? അതെന്താ മുത്തശ്ശി? കാടമ്പൂച്ച മൂത്ത കാട്ടുമാക്കാനാവും. കാടമ്പൂച്ച എന്ന് പറഞ്ഞ ആൺപൂച്ച.
പെൺപൂച്ചകളാ വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുക. പ്രായം തികഞ്ഞ ആൺപൂച്ചകളെ പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ആരായിട്ടും ഇണക്കണ്ടാവില്ല. പൊന്തക്കാട്ടിലോ മരത്തിൻ്റെ പൊത്തിലോ കഴിച്ചു കൂട്ടും. അങ്ങനെ കുറേ കഴിയുമ്പോൾ കാടൻ പൂച്ച കാട് കയറും. കാട്ടുമാക്കാനായിട്ട് കാട്ടിൽ തന്നെ കഴിയും ബാക്കിയുള്ള കാലം. കാട്ടുമാക്കാനെ കണ്ടാൽ പേടിയാവും. നരിയുടെ എല്ലാ സ്വഭാവവും കാണിക്കും. അസൽ മന്ത്രവാദികളാണത്രേ മലയന്മാർ. ഒടിവിദ്യയും അറിയാമത്രേ മലയർക്ക്. ഒടിവിദ്യ വെച്ചാൽ എന്താ മുത്തശ്ശി? അതോ, ആളെ കഴുത്തടിച്ചു കൊല്ലെന്നെ. ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ? അവർക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ മലയന്മാരെ പാട്ടിൽ പിടിച്ച് അവർക്ക് കാശ് കൊടുക്കും. പാവം, മറ്റേ ആൾ രാത്രി ആ സമയത്ത് എവിടെയെങ്കിലും പോയി വരുമ്പോഴോ പാതിരാത്രിക്ക് മൂത്രമൊഴിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴോ മായം പ്രയോഗിച്ച് മലയൻ ആളെ മയക്കും. തട്ടി താഴെയിട്ട് കഴുത്തൊടിക്കുമത്രേ. ആൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. 7 ദിവസം, 14 ദിവസം, 21 ദിവസം തെക്കേ വളപ്പിൽ ചീത്ത കൂട്ടിയാൽ മതി. രാത്രി അത്താഴം കഴിഞ്ഞ് തളത്തിൽ മുത്തശ്ശിയോട് ഒട്ടിച്ചേർന്നിരുന്ന് കഥ കേൾക്കുകയായിരുന്നു അപ്പു. പേടിച്ചു വിറച്ച് അപ്പു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. അപ്പു പേടിക്കണ്ടാട്ടോ, മുത്തശ്ശി പറഞ്ഞു കേട്ടതല്ലേ, ശരിയാണോ നുണയാണോ എന്ന് ആർക്കാ അറിയാം. കുറച്ചപ്പുറത്തിരുന്ന് പയറ് പൊട്ടിക്കുകയായിരുന്നു അമ്മ. അല്ലെങ്കിലേ ചെക്കൻ രാത്രി പേടിച്ചു നിലവിളിക്കണു. എന്താ അമ്മേ, ഇത്ര അറിയില്ലേ അമ്മയ്ക്ക്? മുത്തശ്ശി അപ്പുവിനെ കെട്ടിപ്പിടിച്ച് അപ്പുവിൻ്റെ ശിരസിൽ തലോടി. പേടിക്കണ്ടാട്ടോ, പണ്ടുള്ളവർ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാവും. അപ്പുവിന് മുഴുവൻ വിശ്വാസമില്ല. മുത്തശ്ശിയാണ് പറയുന്നത്, മുത്തശ്ശി വെറുതെ പറയില്ല. ഇന്നാളൊരു ദിവസം മുത്തശ്ശി മലയന്മാരെ പറ്റി വേറൊരു കഥ കൂടി പറഞ്ഞു. പറയില്ല എന്ന് മുത്തശ്ശി എത്ര മനസ്സിൽ വിചാരിച്ചാലും അപ്പു ഓരോന്ന് കുത്തി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു പോകുന്നു. ഗോവിന്ദമാമ 10ാം തരം പഠിക്കുമ്പോൾ കൂട്ടുകാരെയും കൂട്ടി ഒരു ദിവസം മല കയറാൻ പോയത്രേ. മല കയറാൻ പോണ കാര്യം മുത്തശ്ശിയോട് പറഞ്ഞില്ല. പറഞ്ഞാൽ മുത്തശ്ശി സമ്മതിക്കില്ല. മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിലും ഗോവിന്ദമാമ പോവും. അതാണത്രേ പ്രകൃതം. മുത്തശ്ശൻ ഉമ്മറത്തിരിക്കുന്നുണ്ടാവും. അച്ഛന് വലിയ പേടിയാണത്രേ ഗോവിന്ദമാമയ്ക്ക്. അമ്മ അച്ഛനോട് പറഞ്ഞാലോ? അവൻ്റെ അച്ഛൻ ഉമ്മറത്തിരുന്നാൽ മതി, മക്കളെ ചെത്തുണ്ടാവില്ല. എന്നെ അവർക്ക് പേടിയില്ല. മടങ്ങി വന്നിട്ടല്ലേ അവൻ അനങ്ങൻ മലയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. എന്താ മുത്തശ്ശി അമ്മാമ്മ പറഞ്ഞത്? മുത്തശ്ശി വിസ്തരിച്ചു. കാട് എന്ന് പറഞ്ഞാലോ വനം കാട്. മരങ്ങളാണെങ്കിലോ ആകാശം മുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ആള് നിന്നാ കാണാത്ത പൊന്ത. കരടിയും പുലിയും തൊട്ടു മുമ്പിൽ വന്ന് ചാടാനും മതി. ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളുണ്ടാവും. ചവിട്ടിപ്പോയാൽ തീർന്നു. ബുദ്ധിയില്ലാലോ ചെക്കന്മാർക്ക്. പുല്ലും ചെടിയും വകഞ്ഞ് അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഒരു ചോല കണ്ടു കുട്ടിയോള്. എന്താ മുത്തശ്ശി ചോല എന്ന് പറഞ്ഞാ? നമ്മുടെ അമ്പലക്കുളല്ലേ, അതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടത്രേ. തെളിഞ്ഞ വെള്ളം. കുട്ടികൾ വെള്ളം കുടിച്ച് ദാഹം തീർത്തു. നല്ല ദാഹം ഉണ്ടാവില്ലേ? വഴി കുറേ നടന്നിട്ടുണ്ടാവില്ലേ? ചോലയിൽ മുങ്ങി കുളിച്ച് അവിടെ കിടന്നു കുറേ നേരം. ക്ഷീണം മാറണ്ടേ? അവിടുന്ന് അങ്ങോട്ട് മലകയറ്റാണ്, കുത്തനെയുള്ള കയറ്റം. ആനയുടെ വലിപ്പമുണ്ടത്രേ പാറകൾ. പാറകളുടെ വിള്ളലിൽ കുറ്റിച്ചെടികളുണ്ടാവും. അതിൽ പിടിച്ചാണ് മേപ്പോട്ട് കയറണത്. എന്നാലും അമ്മാമ്മയുടെ ധൈര്യം. സംശയമുണ്ടോ? അവൻ്റെ അച്ഛൻ്റെ ശൂരത മുഴുവൻ കിട്ടിയിട്ടുണ്ട് ഗോവിന്ദന്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ സാഹസത്തിന് പുറപ്പെടുവോ? ചെറുപ്പത്തിലും അവന് ഒന്നിനെയും പേടിയില്ല. ഏത് നട്ടപ്പാതിരയ്ക്കും ഇറങ്ങി നടക്കും. അപ്പൂനെ പോലെയൊന്നുമല്ല. ശ്രീകുട്ടന് കിട്ടിയിട്ടുണ്ട് ഗോവിന്ദൻ്റെ ഉശിര്. അങ്ങനെ കയറി ചെന്നപ്പോൾ മലയർ താമസിക്കുന്ന സ്ഥലത്താത്രേ എത്തിയത്. മലയന്മാരുടെ പെണ്ണുങ്ങളും തള്ളാരും കുട്ടികളും. ഭാഗ്യത്തിന് ആണുങ്ങളെ ആരും ഉണ്ടായിരുന്നില്ല. നായാടാനോ മരുന്ന് പറിക്കാനോ പോയതാവും. കുടിലൊന്നുമില്ല. ആനയുടെ അത്ര വലിപ്പമുള്ള പാറകളാണത്രേ. അതിൻ്റെ അടിയിലൊക്കെ തുരന്ന് അതിലത്രേ വെപ്പും കൂടിയും കിടത്തും. ചിലർ കലത്തിൽ അരി വേവിക്കണു, ചിലർ കിഴങ്ങ് നുറുക്കി കൂട്ടണു. തള്ളാരുടെ വായ നിറച്ച് മുറുക്കാനാത്രേ. കലപിലാന്ന് എന്തൊക്കെയോ പറയണുണ്ട്. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല എന്ന്. കുട്ടികളെ കണ്ടപ്പോൾ മിണ്ടാട്ടല്ല, തുറിച്ചു നോക്കുക അത്രേ. നാട്ടിൽ നിന്ന് ആരെങ്കിലും അവരുടെ താവളത്തിലേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടാവില്ല. എന്നിട്ടോ മുത്തശ്ശി, ഒരു പാറപ്പുറത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടുന്ന്. 2 മലയത്തുകൾ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പേന്നോക്കുക അത്രേ. കണ്ടപ്പോൾ നല്ല മുഖപരിചയം തോന്നിത്രേ ഗോവിന്ദന്. 19 വയസ്സ് പ്രായം, വെളുത്ത നിറം, വെള്ള വസ്ത്രം. മലയത്തിയോളെ പോലെ ചപ്രത്തലയല്ല, കറുത്ത മുടി, ചീർപ്പ് കൊണ്ട് ചീകി വെച്ച പോലെണ്ടത്രേ. ആരാ എന്താന്ന് ചോദിക്കാൻ കുട്ടിയോള് പാറയുടെ അടുത്തേക്ക് ചെന്നൂന്ന്. ചെക്കന്മാരെ കണ്ടപ്പോൾ ആ സ്ത്രീ പാറപ്പുറത്തുനിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം. ഏതോ പാറക്കൂട്ടത്തിൻ്റെ പിന്നിലേക്ക് പോണ കണ്ടു, അത്ര തന്നെ. അപ്പോഴേക്കും മലയത്തിയോടെ കുട്ടികളുടെ നേർക്ക് വന്നില്ലേ.
എന്തൊക്കെയോ വിളിച്ചു പറയണുണ്ട്. വേഗം കുട്ടികളെ ഓടി രക്ഷപ്പെട്ടു. ഉയരത്തിൽ നിന്ന് നിരങ്ങി ഇറങ്ങി ഗോവിന്ദന്റെ ചന്തിയിൽ തൊലി കുറേ പോയി. പല്ലില്ലാത്ത വായ തുറന്ന് മുത്തശ്ശി പൊട്ടി പൊട്ടി ചിരിച്ചു. ആണുങ്ങൾ ആരും ഇല്ലാത്തത് തറവാടിന്റെ പുണ്യം. മന്ത്രവാദിയോളല്ലേ മലയരെ മന്ത്രം ജപിച്ച കുട്ടികളെ പട്ടിയും പൂച്ചയാക്കില്ലേ? സത്യമാണോ മുത്തശ്ശി? മുത്തശ്ശിക്ക് അത്രയ്ക്ക് അങ്ങനെ നിശ്ചയില്ല കുട്ടി. അവര് ഉപദ്രവിക്കും, അതുറപ്പാ. മലയരുടെ മന്ത്രവാദത്തിന് പരിഹാരമില്ല എന്നാ രാമൻ നായർ പറയണത്. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ രാമൻ നായർ. ഏതാ മുത്തശ്ശി ഗോവിന്ദമാമ കണ്ട ആ സ്ത്രീ? പണ്ടു കാലത്ത് സ്വഭാവദൂഷ്യമുള്ള പെങ്കിടാങ്ങളെ നമ്പൂരാരെ ഇല്ലത്തുനിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കുത്രേ. എന്താ മുത്തശ്ശി പിണ്ടം വെക്കാന്ന് പറഞ്ഞാൽ? ജീവിച്ചിരിക്കുമ്പോൾ വെളിയിടുക, പിന്നെ ഇല്ലക്കാർക്ക് ആ പെങ്കിടാവ് മരിച്ചതിന് സമാണ്. പടിയടിച്ച് പിണ്ടം വെച്ച ആ സ്ത്രീ എവിടേക്കാ പോവുക? അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാരെങ്കിലും ആ പെങ്കിടാവിനെ ചെന്ന് തൊടും. തൊട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീ ആര് തൊട്ടോ അവൻ്റെ സ്വന്താണ്. അവൻ്റെ ജാതി ഏതാച്ചാ ആ ജാതിയിൽ കൂടണം. അവൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചോളണം ശിഷ്ടകാലം. കഷ്ടല്ലേ മുത്തശ്ശി? കഷ്ടമെന്ന് പറയാനുണ്ടോ? രാത്രിയിലാ പടിക്ക് പുറത്താക്കണേച്ചാൽ ചിലപ്പോൾ മലയന്മാർ കൊണ്ടുപോകും. അവർക്കറിയാൻ പറ്റുത്രേ ഇന്ന ഇല്ലത്തെ ഇന്ന ദിവസം പെങ്കിടാവിനെ പുറത്താക്കുന്ന്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാവും ആ സ്ത്രീയെ. ഏത് നാട്ടിൽ നിന്നാണാവോ? ഏത് ഇല്ലത്തെ ആണോ എന്തോ? മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് പടിയടച്ച് പിണ്ണം വെച്ച കഥകൾ ഒരുപാട്. മലയക്കുടിയുടെ മുൻപിൽ പാറപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീയെ അപ്പു സങ്കല്പിച്ചു. മലയത്തെ പെണ്ണുങ്ങൾ അവരുടെ തലയിൽ പേൻ നോക്കുകയാണ്. അപ്പുവിന് സങ്കടമായി ആ സ്ത്രീയുടെ കാര്യം ആലോചിച്ചപ്പോൾ. അപ്പോൾ അപ്പുവിന് സംശയം വന്നു. സ്വഭാവ ദൂഷിച്ചാൽ എന്താ മുത്തശ്ശി? ചീത്ത വഴിക്ക് നടക്കലെന്നെ. ചീത്ത വഴിന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശി? മുത്തശ്ശിക്ക് ഉത്തരം മുട്ടി. ഇനി ഇവിടുന്ന് അപ്പുവിനോട് എങ്ങനെയാണ് വിവരിച്ചു കൊടുക്കുക? അപ്പു വലുതാവുമ്പോൾ എല്ലാം അറിയാറാവും. സമ്മതിച്ചു കൊടുക്കുകയേ അപ്പുവിന് നിവൃത്തിയുള്ളൂ.